മക്കയിലെ കൊടിയ പീഡനങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയിലേക്ക് ഹിജ്റ പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തിനെയും അനുവദിക്കാൻ ഓരോ ആളുകളായിട്ട് ഇങ്ങനെ ഹിജ്റ പുറപ്പെട്ടു. ഒറ്റയും കൂട്ടവുമായിട്ടൊക്കെ 3 ആളുള്ള കൂട്ടമുണ്ട്, 2 ആളുള്ളവരുണ്ട്, 10 ആളുള്ളവരുണ്ട്. അങ്ങനെ ഓരോ കൂട്ടമായിട്ട് അവരങ്ങനെ പുറപ്പെട്ടു. അവസാനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറപ്പെടുന്നത്. പ്രവാചകൻ പുറപ്പെടുന്നത് രഹസ്യമായിട്ടാണ്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സഹാബികൾ മുഴുവൻ ഒളിച്ചും പാത്തും പതുങ്ങിയും പേടിച്ചും എല്ലാം പുറപ്പെടുമ്പോൾ ഒരു സഹാബി അദ്ദേഹം ഖുറൈശികൾ കൂടിയിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് പറഞ്ഞു, ഞാൻ മദീനയിലേക്ക് ഹിജ്റ പോവാൻ, തടയാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തടഞ്ഞോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. ഒരാൾ അദ്ദേഹത്തെ തടയാൻ പോയില്ല. പരസ്യമായിട്ട് ഹിജ്റ പോയി. ആ വ്യക്തിത്വമാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ഭയം എന്താണെന്ന് അറിയുമായിരുന്നില്ല. ധീരനായ ഒരു മനുഷ്യൻ. ഇസ്ലാമിന് ഇത്രയധികം സംഭാവന ചെയ്ത മറ്റൊരു മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനെ ആകർഷിക്കുന്ന ചരിത്രം തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലാണ്. ഉമർ റളിയല്ലാഹുവിന്റെ ഇസ്ലാം സ്വീകരണമൊക്കെ നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ്, ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ 10 വർഷവും ചില്ലാന ദിവസവും അദ്ദേഹം ഭരിച്ചു. ആ സമയത്തുണ്ടായ ഹൃദയഭേദകമായ ഒരുപാട് രംഗങ്ങളുണ്ട്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു രാത്രി അദ്ദേഹത്തിന് ഉറക്കമില്ല. കിടന്നാൽ ഉറക്കം വരൂല. കിടന്നാൽ അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കാണ്, പടച്ചോനെ, എന്നെ നീ ഏൽപ്പിച്ച ഈ ഭാരിച്ച ഉത്തരവാദിത്വം എന്റെ നാട്ടിൽ, എന്റെ രാജ്യത്ത് പ്രജകൾ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടോ? അവരുടെ ക്ഷേമത്തിന്റെ അവസ്ഥ എന്താണ്? അവരുടെ സ്ഥിതി എന്താണ് എന്ന് അന്വേഷിച്ച് ഉറക്കം വരാതെ ആ മനുഷ്യൻ കിടക്കപ്പായിൽ എഴുന്നേൽക്കും. പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോകുന്നത്? നിങ്ങൾ കിടന്നുറങ്ങ് എന്ന് പല സന്ദർഭങ്ങളിലും ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കൂട്ടാക്കാതെ അദ്ദേഹം രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കും. അങ്ങനെ ഒരു ദിവസം നടക്കുമ്പോ അദ്ദേഹം ഒരു വീടിന്റെ അകത്തുനിന്ന് ഒരു സംസാരം കേൾക്കാൻ. സംസാരിക്കുന്നത് ഉമ്മയും മകളും തമ്മിലാണ്. ഉമ്മ മോളോട് പറയാണ്, പാൽ കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. ഉമ്മ മോളോട് പറയാണ്, മോളെ പാലിൽ കുറച്ച് വെള്ളം ചേർക്ക്, ഇന്ന് പാല് കുറവാണ്. മോള് പറയും, ഉമ്മ ഇല്ല, പാലിൽ വെള്ളം ചേർക്കൂല. ഉമ്മ പറയും, നീ വെള്ളം ചേർക്ക്, എന്താ പ്രശ്നം? മോള് തിരിച്ചു പറയുന്നു, അമീറുൽ മുഅ്മിനീൻ എങ്ങനെ അറിയാണെങ്കിൽ, ഉമർ എങ്ങനെ അറിയാണെങ്കിൽ നമ്മുടെ കാര്യം എന്താവും? അപ്പൊ ഉമ്മ തിരിച്ചു പറയും, ഉമർ എങ്ങനെ അറിയാനാണ്? ഉമർ ഒന്നും അറിയൂല, എല്ലാരും ഉറങ്ങിയില്ലേ, രാത്രിയായില്ലേ. അപ്പോ ഈ മോള് മറുപടി പറയാണ്, ഉമർ അറിഞ്ഞില്ലെങ്കിലും ഉമ്മ അള്ളാഹ് അറിയില്ലേ, അള്ളാഹു കാണില്ലേ, പടച്ചോ നമ്മളോട് ചോദിക്കില്ലേ എന്ന ചോദ്യം ഉമർ റളിയല്ലാഹു കേട്ടു. ആ സംസാരം കഴിഞ്ഞ് അദ്ദേഹം അന്നേരം ഒന്നും പ്രതികരിച്ചില്ല. അദ്ദേഹം പോയി. തിരിച്ച് രാവിലെ തന്റെ മകൻ അബ്ദുള്ളയെയും കൂട്ടി ഉമർ റളിയല്ലാഹു വീട്ടിലെത്തി. ആ വീട്ടിലെത്തിയത് അവരെ ശിക്ഷിക്കാനോ അവരെ പിടിച്ചു കൊണ്ടുപോകാനോ പേര് ചുമത്താനോ ഒന്നുമല്ല. ആ മകൾ ആരും കാണില്ല, അറിയില്ല, മനസ്സിലാക്കില്ല എന്ന് ബോധ്യമുണ്ടായിട്ടും അള്ളാഹു കാണില്ലേ ഉമ്മ, നമ്മൾ പാലിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ എന്ന് പറഞ്ഞ് സ്വന്തം ഉമ്മാനെ തിരുത്താൻ മാത്രം ഈമാനികമായ വെളിച്ചം നേടിയ മനസ്സുള്ള ആ പെണ്ണിനെ വിവാഹം ആലോചിക്കാൻ വേണ്ടി ആരാണ് ആലോചനയായിട്ട് വരുന്നത്? അമീറുൽ മുഅ്മിനീനാണ്, ഖലീഫയാണ്. ആ സമയമാകുമ്പോഴേക്ക് ഇസ്ലാം അങ്ങോട്ട് തഴച്ചു വളർന്നിട്ടുണ്ട്. പേർഷ്യൻ ചക്രവർത്തി റസൂലുള്ളാഹിന്റെ കത്ത് പിച്ചി ചീന്തിയതുപോലെ ഇസ്ലാമിക സൈന്യം പേർഷ്യ എന്ന സാമ്രാജ്യത്തെ പിച്ചി ചീന്തി അവിടെയുള്ള എല്ലാം കീഴടക്കിയ റോമും പേർഷ്യയും അടക്കം ഇസ്ലാമിന്റെ കീഴിൽ വന്ന വലിയ ഭരണാധികാരി, ആ ഭരണാധികാരിയുടെ മകനെയും കൂട്ടിയിട്ട് അദ്ദേഹം ഈ പാൽ കച്ചവടക്കാരിയുടെ മകൾക്ക് വിവാഹം ആലോചിക്കാൻ പോകുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ലോകത്തിന്റെ ചരിത്രത്തിൽ സമാനമായ മറ്റൊന്ന് കാണാൻ നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു രാത്രി ഇറങ്ങി നടക്കുന്ന സമയം ഒരു പർവ്വതത്തിന് മുകളിൽ ഒരു ചെറിയ വെളിച്ചം കാണാൻ അദ്ദേഹം അങ്ങോട്ട് പോയി എന്താണെന്ന് അന്വേഷിക്കാൻ. ആ സമയം ഒരു സ്ത്രീ, നമ്മൾ ഈ സംഭവം കേട്ടിട്ടുണ്ടാവും, ഒരു സ്ത്രീ ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ പാകം ചെയ്തുകൊണ്ടിരിക്കുന്നു. സലാം പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു, അനുവാദം ചോദിച്ച് അങ്ങോട്ട് കടന്നു. ആ ഭക്ഷണത്തിന്റെ പാത്രത്തിലേക്ക്, ആ പാചകം ചെയ്യുന്ന പാത്രത്തിലേക്ക് നോക്കി. അതിൽ വെറും വെള്ളാണ്, ഒന്നുമില്ല. അപ്പൊ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ? അപ്പോ ആ പെണ്ണ് മറുപടി പറഞ്ഞു, ഇവിടുത്തെ രാജാവിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ഇവിടുത്തെ അമീറിന് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, എന്റെ മക്കൾ ഇതാ വിശന്ന് കരഞ്ഞ് അവർ ഉറങ്ങിയിരിക്കാൻ, അവർ എഴുന്നേൽക്കുമ്പോ ഇപ്പം ഭക്ഷണം തയ്യാറാവും എന്ന് അവരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പച്ച വെള്ളം ഇട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഉറക്കം വരുന്നില്ല, എന്റെ പൈതങ്ങൾ ഉറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി എന്ന് പറഞ്ഞത് കേട്ടതും ഉമർ റളിയല്ലാഹു അൻഹു എത്രയും വേഗം ഖജനാവ് സൂക്ഷിപ്പുകാരന്റെ അടുത്തേക്ക് പോയി. അയാൾ വിളിച്ചുണർത്തി. എന്നിട്ട് അയാളെ കണക്കിന് ശകാരിച്ചു. അയാളോട് പറഞ്ഞു, നിന്നെ ഞാൻ ഏൽപ്പിച്ചതല്ലേ,
ഈ നാട്ടിൽ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ ആ പട്ടിണി നിവർത്തിക്കുക എന്ന ഉത്തരവാദിത്വം ഞാൻ തന്നെ ഏൽപ്പിച്ചതല്ലേ? ഖജനാവ് തുറപ്പിച്ചു. അവിടുന്ന് ഒരു ചാക്ക് ഗോതമ്പ് സ്വന്തം ചുമലിലേറ്റി ഭൃത്യം പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഞാൻ ഏൽക്കാം, എന്തിനാണ് അങ്ങ് ചുമക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു കോപത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, എന്റെ പാപഭാരവും മാശറയിൽ ചുമക്കാൻ നീ തയ്യാറാകുമോ എന്ന് തിരിച്ചു പറഞ്ഞിട്ട് അദ്ദേഹം ആ സംഭവ സ്ഥലത്തേക്ക് നടക്കാൻ അങ്ങനെ അവിടെ എത്തി. പിന്നെ ആ സ്ത്രീയും കുട്ടികളും ഉണർന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ആ ഗോതമ്പ് കുഴച്ച് മാവാക്കി സ്വന്തം കൈകൊണ്ട് റൊട്ടി ഉണ്ടാക്കി അവരെ ഭക്ഷിപ്പിച്ചു. എന്നിട്ട് തിരിച്ചു വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് ഒളിച്ചു നിൽക്കാൻ. അപ്പൊ ഭൃത്യം ചോദിച്ചു, എന്തിനാണ് അമീറുൽ മുഅ്മിനീൻ അങ്ങ് ഒളിച്ചു നിൽക്കുന്നത്? അവര് ഭക്ഷണം കഴിച്ചില്ലേ, അവര് സന്തോഷത്തിലായില്ലേ, പിന്നെ എന്തിനാണ് അങ്ങ് ഒളിച്ചു നിൽക്കുന്നത്? അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറയാണ്, ഞാൻ ഇവിടേക്ക് കയറി വന്നത് ആ പിഞ്ചോമനകൾ വിശന്ന് കിടന്നുറങ്ങുന്നത് കണ്ടിട്ടാണ്. അവരുടെ പശിയടങ്ങിയിട്ട്, അവരുടെ വിശപ്പടങ്ങിയിട്ട് അവര് കളിക്കുന്നത്, സംസാരിക്കുന്നത്, സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത് എനിക്ക് കാണുകയും കേൾക്കുകയും വേണം. അല്ലാതെ ഉമറിന് വീട്ടിൽ പോയി കിടന്നാൽ ഉറക്കം വരില്ല എന്ന് പ്രതികരിച്ച മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരു കാലത്ത് ആരായിരുന്നു അറിയാം അദ്ദേഹം? സഹാബത്ത് പറയുമായിരുന്നു, അർക്കമിന്റെ വീട്ടിൽ ക്ലാസ് രഹസ്യമായി നടക്കുന്ന സമയം സഹാബത്ത് പറയായിരുന്നു, ഖത്താബിന്റെ കഴുത ഇസ്ലാം സ്വീകരിച്ചാലും ഉമർ ഇസ്ലാം സ്വീകരിക്കുമെന്ന് ആരും വിചാരിക്കണ്ട. അത്രത്തോളം ഇസ്ലാമിനോട് ശത്രുത വെച്ച് പുലർത്തിയിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു പിന്നീട് ആരായി മാറി? പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ മരണം ഹജ്ജിന്റെ സമയം, ഹജ്ജ് കഴിഞ്ഞ് അവസാനത്തെ ഹജ്ജും കഴിഞ്ഞ് അദ്ദേഹം മദീനയിലേക്ക് തിരിച്ചെത്തി. മദീനയിൽ തിരിച്ചെത്തിയതിനു ശേഷം അദ്ദേഹം രാത്രി ഒരു സ്വപ്നം കാണാൻ. ആ സ്വപ്നത്തിൽ അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തെ പൂവങ്കോഴി കൊത്തുന്നതായിട്ടാണ്. ആ കാലഘട്ടത്തിൽ സ്വപ്നത്തിന്റെ വിശദീകരണം തഅബീർ അറിയുന്ന ഒരു സഹാബ വനിതയുണ്ടായിരുന്നു. ആ വനിതയോട് പോയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, എന്താണ് ആ സ്വപ്നത്തിന്റെ അർത്ഥം? അവര് ഉമറിനോട് മറുപടി പറഞ്ഞു, ഞാൻ അല്ലാഹുവിൽ ഞാൻ നിങ്ങളെ യാത്ര അയക്കുന്നു. യാത്ര ചെയ്യുമ്പോ, യാത്ര പോകാൻ പോകുന്ന സമയത്ത് ആളുകളോട് പറയുന്ന ദുആയാണ്. പിറ്റേ ദിവസം രാവിലെ സുബ്ഹ് നമസ്കാരത്തിന് ഉമർ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂസുഫിൽ ഇന്നമാ അഷ്കൂ ബസി വഹുസ്നി ഇലല്ലാഹ് വഅഅലമു മിനല്ലാഹി മാ ലാ തഅലമൂൻ, എന്റെ പരാതികളും എന്റെ പരിഭവങ്ങളും റബ്ബേ ഞാനിതാ നിന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് എന്ന സൂറത്ത് യൂസുഫിൽ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ പിറകിൽ നിന്ന് അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിറകിൽ നിന്ന് ആഞ്ഞുകുത്തി, ആവർത്തിച്ചു കുത്തി. ഒന്നാമത്തെ സഫിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അദ്ദേഹം കടന്നു പിടിക്കാൻ ശ്രമിച്ചു, പക്ഷെ പിടിക്കാൻ കഴിഞ്ഞില്ല. ഇയാൾ കുതറി ഓടിക്കളഞ്ഞു. ഓടുന്ന ഓട്ടത്തിൽ ഒരുപാട് സഹാബിമാർക്ക് പരിക്കേൽപ്പിച്ചിട്ടാണ് അയാള് കടന്നുപോയത്. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ വീണു. അദ്ദേഹത്തിന്റെ രക്തം ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. അദ്ദേഹത്തിന് ബോധക്ഷയം സംഭവിച്ചു. അദ്ദേഹത്തെ വീട്ടിലേക്ക് എടുത്തു. ബോധം വന്നപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ആദ്യമായി ചോദിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ആരാണ് എന്നെ കൊത്തിയത് എന്നല്ല, അവനെ പിടിച്ചോ എന്നല്ല, അതല്ല ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. ആദ്യമായി അദ്ദേഹത്തിന്റെ ചോദ്യം, ജനങ്ങൾ നമസ്കാരം പൂർത്തിയാക്കിയോ, ആളുകൾ സുബ്ഹ് നമസ്കാരം പൂർത്തിയാക്കിയോ എന്നാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ ദിവസം തന്നെ ദുഹാ സമയത്തോട് അടുപ്പിച്ച് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞു. ഫാറൂഖ് എന്ന പേര് ഉമറിന് ഇട്ടുകൊടുത്തത് റസൂലാണ്. ഫാറൂഖ് എന്ന് പറഞ്ഞാൽ സത്യാസത്യ വിവേചകൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉമറിനോട് പറഞ്ഞിട്ടുണ്ട്, താങ്കൾ ഒരു വാതിലാണ് ഉമർ, താങ്കൾ ഒരു വാതിലാണ്. ആ വാതിലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും സമാധാനവും ഫിത്നയുമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, ആ വാതിൽ താനെ തുറക്കുമോ, അതല്ല ആ വാതിൽ തകർക്കപ്പെടുകയാണോ ചെയ്യുക? അദ്ദേഹത്തോട് മറുപടി പറയപ്പെട്ടു, ആ വാതിൽ തകർക്കപ്പെടുകയാണ് ചെയ്യുക. റസൂലുള്ളാഹിന്റെ ആ പ്രവചനത്തിന്റെ പുലർച്ചയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന് ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ എത്രയോ ഫിത്നകളും ഫസാദുകളും കുഴപ്പങ്ങളും മുസ്ലിം ഉമ്മത്തിനിടയിൽ പൊങ്ങാൻ തുടങ്ങി. ആ ചരിത്രം നമുക്കറിയാം. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉരുക്കുമുഷ്ടിക്ക് കീഴിൽ തലപൊക്കാൻ തയ്യാറാകാതിരുന്ന പല മുനാഫിഖുകളും അദ്ദേഹത്തിന്റെ കാലശേഷം തലപൊക്കുകയുണ്ടായി. ഇസ്ലാമിൽ പിന്നീട് അദ്ദേഹത്തിന്റെ കാലശേഷമാണ് ഇടങ്ങേറുകളും ഫസാദുകളും ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, ആ മഹാനുഭവനായ മനുഷ്യൻ അദ്ദേഹം സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കാനും അദ്ദേഹം നേടിയെടുത്ത ആ സ്വർഗത്തിൽ അദ്ദേഹത്തോടൊപ്പം ഒത്തുചേരാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനകല്ലാഹു വ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല
ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.